ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൂർഗിലെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ആനക്കോട്ടയിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങളുടെ കുടകിലെ ആദ്യത്തെ ദിവസം ആദ്യമായിട്ട് പോയതും ഈ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലേക്കായിരുന്നു. അന്ന് പക്ഷേ ഞങ്ങൾക്ക് എലിഫൻറ്റ് ക്യാമ്പ് സന്ദർശിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ രാവിലെ ഒരു 8:30-9 മണി ആയപ്പോഴത്തേക്ക് തന്നെ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിൻ്റെ മെയിൻ ഗേറ്റിൽ എത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് കടന്നു. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ടാവും എലിഫൻറ്റ് ക്യാമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതായത് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആ നടന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ കാപ്പിയൊക്കെ വിളവെടുക്കുന്ന സമയമായിരുന്നു. ഡിസംബർ മാസം ആയിക്കഴിഞ്ഞാലാണ് തോന്നുന്നു ഇവർ കാപ്പിയൊക്കെ വിളവെടുക്കുന്നത്. അപ്പോൾ ഡിസംബർ മുതൽ അങ്ങോട്ട് കാപ്പിയുടെ വിളവെടുപ്പാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നതൊക്കെ കാണാൻ. നടന്നു പോകുന്ന വഴിയിൽ ഒരു പഴയ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ ഒരു കാപ്പിക്കുരുയുടെ ഫാക്ടറി ആണോ അല്ലെങ്കിൽ കാപ്പിക്കുരു ശേഖരിക്കുന്ന സ്ഥലമാണോ എന്നറിയില്ല, അങ്ങനെ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ കാണാൻ. കുടക് ജില്ലയിലെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിതാ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പക്ഷെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു പറ്റ ആൾക്കാർ തന്നെ ദുബാരെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു കേട്ടോ ഈ ബോട്ടിൽ ആദ്യം കയറാൻ പോകുന്നത്. അപ്പോൾ ആ ബോട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ബോട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ അക്കരയ്ക്ക് പോകാനാണ് നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാവേരി റിവർ. ഈ കാവേരി റിവറിലൂടെയാണ് നമ്മൾ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കി, നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഈ മരങ്ങളും ഈ റിവറും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇച്ചിരി നേരം ഒരു 10 മിനിറ്റ് ഇല്ല, അപ്പോഴത്തേക്ക് നമ്മൾ അക്കരയ്ക്ക് എത്തുവേ. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ ബോട്ട് അക്കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൂരത്തു തന്നെ നമുക്ക് ആനകളെയൊക്കെ കാണാൻ കഴിയും. ആനകൾ കുളിക്കാൻ ഇറങ്ങിയിരിക്കുന്നതും കുളിച്ച് കയറി പോകുന്നതൊക്കെ. അപ്പോൾ അവന് ഇതൊക്കെ കണ്ട് ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ ബോട്ട് സൈഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എലിഫൻറ്റ് ക്യാമ്പിൽ എത്തി ഞങ്ങൾ. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം.
രണ്ട് കൊമ്പ് കണ്ടോ, എന്ത് രസമാണ് കാണാൻ. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് രണ്ട് ആനകൾ ഇവിടുന്ന് അടി ചെയ്യുന്നു. ചുമ്മാ അവരിങ്ങനെ കളിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് അവിടെയും കുറേ ആനകൾ. അപ്പോൾ ഇതിലിങ്ങനെ ഓരോ ആന ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നല്ല ഭംഗിയായിരുന്നേ. എന്തോ ഇങ്ങനെ ആക്കിയെടുക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ആനക്കുള്ള ഫുഡാണെന്ന്. അപ്പോൾ ഒരു വൈക്കോലുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിലേക്ക് ഈ നെല്ല് നിറക്കും. നെല്ല് നിറച്ചിട്ട് അതൊന്നുകൂടി ഉരുട്ടി കെട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ആനയ്ക്ക് ഫുഡായി കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഫീഡ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കാം. അപ്പോൾ അതിന് ചെറിയൊരു പൈസ അവർ ഈടാക്കുന്നുണ്ട്. ഇങ്ങനെ എത്തിപ്പെടുക. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.